വിനായക് കാരപ്പറമ്പ് സ്വദേശിക്ക് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി വോട്ടാണ് അല്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതായാലും ഇതുപോലെ തന്നെ വന്ന് വീൽചെയറിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ പറയുക. വോട്ട് ചെയ്യണം എന്ന് അതിയായ ആഗ്രഹമായിരുന്നോ? അതായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടെ കൊണ്ടുവന്ന്. വീട്ടിൽ വന്നിട്ട് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നിട്ടും അവൻ ഇവിടെ വന്ന് ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ പറഞ്ഞു അല്ലേ? വിനായകി സ്കൂളിൽ കൂടെ പഠിക്കുന്നല്ലേ? പഠിക്കുന്ന ആളാണ്. ബുദ്ധിമുട്ട് ചെറുപ്പം മുതലുണ്ടോ? ഉണ്ട്, ചെറുപ്പം മുതലേ. പക്ഷേ ഈ വോട്ടും അതിന്റെ പ്രാധാന്യമൊക്കെ കൃത്യമായിട്ട് അറിയാം. കാരണം ഞങ്ങളെ കൗൺസിലർ ശോഭിത എപ്പോഴെപ്പോഴും വീട്ടിൽ വന്നിട്ടേ ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അവനറിയാം. വോട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പറഞ്ഞോ അമ്മയോട്? ഇപ്പം അറിയില്ല. അതിന് വീട്ടിൽ പോയി ചോദിച്ചാലേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങനെ പ്രതികരിക്കാനുള്ളൊരു ഇതില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. എത്ര വയസ്സുണ്ട്? 19ാമത്തെ വയസ്സ്. നമ്മൾ എന്തെങ്കിലും ഇവിടെ ഉണ്ട് കൂടെ ഉണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവുക? അതുണ്ടാവും. വിനായകിനെ ടിവിയിൽ കാണും കേട്ടോ. കയ്യിൽ അടയാളം വെച്ചിട്ടുണ്ടോ വോട്ട് ചെയ്തതിന്റെ? അടയാളം ഉണ്ട്. ഏതായാലും അടയാളമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ജില്ലയിലെ തന്നെ ഏക ഭിന്നശേഷി സൗഹൃദ പോളിംഗ് ബൂത്തിൽ കൂടിയാണ് വിനായക് വോട്ട് രേഖപ്പെടുത്തിയതെന്നതാണ്. വീട്ടിലെ വാഹനം എത്തി പിക്ക് ആൻഡ് ഡ്രോപ്പ് സംവിധാനമൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടായി. അങ്ങനെ ആ ഒരു സൗകര്യം കൂടി പ്രയോജനപ്പെടുത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം കാരപ്പറമ്പ് സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വിനായക് ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്, +2 വിദ്യാർത്ഥിയാണ് എന്നതുകൂടിയൊക്കെ വലിയ പ്രത്യേകതയാണ്. അപ്പോൾ വോട്ട് രേഖപ്പെടുത്തി അമ്മയോടൊപ്പം തന്നെ വിനായക് മടങ്ങുകയാണ്.